Good evening. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIMS Nagpur. Today, the chapter we are going to discuss is the plant kingdom. Botany is one of the most important chapter, and per year, plant kingdom two to three questions ചോദിക്കാറുണ്ട്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വലിയ കോൺസെപ്റ്റ്സ് ഒന്നുമില്ല, പക്ഷെ കുറെ എക്സാമ്പിൾസും ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ അങ്ങനത്തെ സാധനങ്ങൾ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ആൻഡ് കുറച്ചും കൂടി ഒരു ബൈഹാർട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ചാപ്റ്റർ ആണ്. പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് കൂടുതലും നീറ്റിൽ ചോദിക്കാറ്. ആൻഡ് എക്സാമ്പിൾസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും. അപ്പൊ നമ്മൾ ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് കടക്കാണ്. നമ്മൾ ഈ ചാപ്റ്റർ അധികം കോൺസെപ്റ്റ്സ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്ട്ലി എങ്ങനെ ചെയ്യും, നമ്മൾ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ഇങ്ങനെ NCERT ഫുൾ വായിച്ച് ലൈൻ ബൈ ലൈൻ നോക്കി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 3 പ്ലാന്റ് കിങ്ഡം. അതെ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എന്താ, ആനിമൽ കിങ്ഡം പഠിച്ചു. ഇനിയിപ്പോ പ്ലാന്റ് കിങ്ഡം. അപ്പൊ നമുക്കറിയാം പ്ലാന്റ് കിങ്ഡത്തിലെ പ്രത്യേകത എന്താ. പ്ലാന്റ് കിങ്ഡത്തിൽ ഫൈലം അല്ല പഠിക്കാൻ പോകുന്നത്, ഡിവിഷൻ ആണ് നമുക്കറിയാം. അത് നമ്മൾ ലിവിംഗ് വേൾഡിൽ പറഞ്ഞിരുന്നു. പ്ലാന്റ് കിങ്ഡത്തില് കിങ്ഡത്തിന്റെ താഴെ വരുന്നത് ഡിവിഷൻസ് ആണ്, ഫൈലം അല്ല. ഇനി എന്താ, ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ലുക്ക്ഡ് അറ്റ് ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് അണ്ടർ ദ സിസ്റ്റം പ്രൊപ്പോസ്ഡ് ബൈ വിറ്റേക്കർ 1969. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കും. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാ, വിറ്റേക്കർ, ഇൻ ദ ഇയർ 1969. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആൻഡ് അത് ഏതൊക്കെയാ 5 കിങ്ഡംസ്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, അനിമിലിയ ആൻഡ് പ്ലാന്റ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താ, ആദ്യം കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഓരോ ഡിവിഷൻസ് 1 by 1, ഓരോ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, let us look at the classification system within the angiosperms to understand some of the concerns that influence the classification systems. അപ്പോ the earlier systems of classification പറയുന്ന എന്താ, നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ആദ്യം പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആണ്. ഏതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം? ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ആർട്ടിഫിഷ്യൽ സിസ്റ്റം വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ്. ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ സൈഡിൽ എഴുതി വെക്കാം. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതും. എന്തൊക്കെയാ? ഒന്ന്, ഏർലിയസ്റ്റ് ആയിരുന്നു. ഏറ്റവും ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് പറയണം. പിന്നെ അത് ഏത് ക്യാരക്ടർ വെച്ചാണ് പറഞ്ഞത്? മോർഫോളജിക്കൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതിൽ എഴുതിയിട്ടുണ്ട്, they were mainly based on vegetative characters or the andrecian structures, which is and was a system given by Linnaeus. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലിനേസ് പറഞ്ഞ വെജിറ്റേറ്റീവ് സിസ്റ്റം ഓർ ആൻഡ്രീഷ്യം വെച്ചുള്ള ഗ്രോസ് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അത് ഏതൊക്കെയാണ് ഗ്രോസ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? ഹാബിറ്റ്, കളർ, നമ്പർ, ഷേപ്പ് ഓഫ് ലീവ്സ്, അങ്ങനെ വേഗമായിട്ടുള്ള അതിന്റെ പുറത്തുനിന്നുള്ള ജസ്റ്റ് ആ സൂപ്പർഫിഷ്യലി കാണാൻ എങ്ങനെയാ എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം കണ്ടുപിടിച്ചു. ഇനി അതിന് ഭയങ്കര കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇൻഫർമേഷൻ, ഏറ്റവും കുറച്ച് ഇൻഫർമേഷൻ ഉള്ളൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിരുന്നു. അതായത് എന്താ, ബേസ്ഡ് ഓൺ എ വെരി ഫ്യൂ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ എന്താന്ന് വെച്ചാൽ, ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടർ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, എപ്പോഴും വെജിറ്റേറ്റീവ് ക്യാരക്ടറിനെ കാട്ടിയും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോ സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിന് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണമായിരുന്നു. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റംസ് ഗേവ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ് വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. കാരണം എന്താ, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എക്സ്റ്റേണൽ എൻവയൺമെന്റുമായിട്ട് സസെപ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അതിന് ഡിഫറൻസസ് വരാൻ പറ്റും. അങ്ങനെ ഓരോ എൻവയൺമെന്റിൽ ഓരോ ഡിഫറൻസസ് വരുന്ന ഒരു സാധനത്തിന് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പോരാന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പിന്നെ എന്തിന്റെ ബേസിസിലായിരുന്നു? മോർഫോളജിക്കൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ. അതായത് വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ്
പ്ലസ് ആൻഡ്രീഷ്യൻ. ആൻഡ്രീഷ്യൻ എന്താ? ആൻഡ്രീഷ്യൻ എന്ന് വെച്ചാൽ മെയിൽ സെക്ഷൽ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൽ സെക്ഷൽ ഓർഗൻ. അപ്പൊ അത്രയും പഠിച്ചു. ഇനി 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 എന്താ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽസ് ഗിവൺ ബൈ ആരൊക്കെ? ഇതിൽ തന്നിട്ടില്ല, നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നതാണ്. എന്ത്? അരിസ്റ്റോട്ടിൽ അതൊരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരുന്നു. പിന്നെ വേറെ ആര് കൊണ്ടുവന്നു? കരോളസ് ലിനേസ് കൊണ്ടുവന്നിരുന്നു. ലിനേസ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ഏതാ? എന്തിന്റെ ബേസിസിലാ? ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജി ഓഫ് ആൻഡ്രീഷ്യം. അതിനെ എന്ത് വിളിച്ചു? ആൻഡ്രീഷ്യത്തിന്റെ മോർഫോളജി ആയതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു? അതിനെ നമ്മൾ വിളിച്ചു സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം നോക്കി. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഏർലിയസ്റ്റ് ആണെന്ന് പറഞ്ഞു. മോർഫോളജി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ച്, അതായത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം വെച്ച് അതിന്റെ എക്സാമ്പിൾ ആരൊക്കെ കൊണ്ടുവന്ന് പ്രൊപ്പോസ് ചെയ്തിരുന്നു ആർട്ടിഫിഷ്യൽ സിസ്റ്റംസ്? അരിസ്റ്റോട്ടിൽ പ്രൊപ്പോസ് ചെയ്തിരുന്നു. കരോളസ് ലിനേസ് പ്രൊപ്പോസ് ചെയ്തിരുന്നു. ലിനേസ് പ്രൊപ്പോസ് ചെയ്തത് ഏതിന്റെ ബേസിസിലായിരുന്നു? മോർഫോളജി അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ ബേസിസിലായിരുന്നു എന്ന് പഠിച്ചു. ഇനി ഇതിന് വേറെ പേരിട്ടു എന്ന് പഠിച്ചു. അതെന്താ? ഏത് ക്ലാസിഫിക്കേഷൻ നട്ടു? സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നട്ടു. ഇനി ഇത് പോരാന്ന് വന്നപ്പോ നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അതെന്ത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? അതാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ? പേര് പോലെ തന്നെ ഓൺ വാട്ട് ഇസ് ഇറ്റ് ബേസ്ഡ് ഓൺ? അപ്പൊ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ഓർഗാനിസംസ്. നാച്ചുറൽ അഫിനിറ്റീസ് എന്താണ്? ഈ നാച്ചുറൽ അഫിനിറ്റീസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ലൈക്ക് മോർഫോളജി, അനാറ്റമി, ഫൈറ്റോ കെമിസ്ട്രി, എംബ്രിയോളജി. ലൈക്ക് നോട്ട് ഓൺലി ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് എന്തൊക്കെ വരും ഇതിൻ്റെ ഇടയ്ക്ക്? മോർഫോളജി വരും. മോർഫോളജി മാത്രമല്ല, ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് എന്തൊക്കെ? അനാറ്റമി, എംബ്രിയോളജി, ഫൈറ്റോ കെമിസ്ട്രി. ഇതാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി നാച്ചുറൽ സിസ്റ്റം കൊണ്ടുവന്നത് ആരാ? നാച്ചുറൽ സിസ്റ്റം കൊണ്ടുവന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. എന്ത്? വീക്ക്ലി ടെസ്റ്റിനൊക്കെ മിക്കതിലും ഈ ചാപ്റ്ററിൽ ക്വസ്റ്റൻ ഇടുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തത് ആരാ? ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹുക്കർ. അപ്പൊ അത് നോക്കിയൊക്കെ ആര് കൊണ്ടുവന്നു? ബെന്തം ആൻഡ് ഹുക്കർ കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചു. ഇനി നമുക്കെന്ത് മനസ്സിലായി? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ. ഇത് നമ്മൾ പറഞ്ഞ മോർഫോളജി മാത്രമല്ല, ഇന്റേണൽ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഇറ്റ് ഗേവ്, അല്ലെങ്കിൽ നാച്ചുറൽ സിസ്റ്റത്തിന് NS എഴുതാണ്. നാച്ചുറൽ സിസ്റ്റം ഗേവ് മോർ വെയിറ്റേജ് ടു റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയി. മോർ വെയിറ്റേജ് ടു റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നതാരാ? പ്രൊപ്പോസ്ഡ് ബൈ ബെന്തം ആൻഡ് ഹുക്കർ. എന്തൊക്കെ ബേസിസിലായിരുന്നു? ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. അത്രയും കാര്യം നമ്മൾ നോക്കി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്നു. ആദ്യം നമ്മൾ പഠിച്ചു ആർട്ടിഫിഷ്യൽ സിസ്റ്റം പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചു നാച്ചുറൽ സിസ്റ്റം പഠിച്ചു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഓരോ ഓർഗാനിസമും ഏതെന്ന് ഇവോൾവ് ആയി വന്നു എന്നുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ച് നമ്മൾ അതിന്റെ ഇവോൾവ് ചെയ്ത രീതി വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പൊ ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ഫൈലോജനറ്റിക് സിസ്റ്റം അതായത് ബേസ്ഡ് ഓൺ ഫോസിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ ഫോസിൽ നമ്മൾ പഠിച്ച് നമുക്ക് മനസ്സിലാക്കി എവല്യൂഷൻ അല്ലെങ്കിൽ ഫൈലോജനി എങ്ങനെയാ നടന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അതെന്തായി? മോസ്റ്റ് അഡ്വാൻസ്ഡ് ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയി. തന്നിട്ടുണ്ട് phylogenetic classification system based on evolutionary relationship. This assumes that organisms belonging to the same taxa have a common ancestor. അങ്ങനെ ancestry വെച്ച് നമ്മൾ ഓരോന്നിനെയും ഓരോ ടാക്സയിലാക്കി. കാരണം സെയിം ആൻസിസ്റ്റർ വരുന്നത് സെയിം ടാക്സിയും ഡിഫറെന്റ് ആൻസിസ്റ്റർ വരുന്ന ഡിഫറെന്റ് ടാക്സിയും ആക്കി. അതങ്ങനെ നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് വെച്ച് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്നു. അതിന്റെ പേരാണ് ന്യൂമറിക്കൽ ടാക്സോണമി.
അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്താ ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി. ഫെനറ്റിക്കും ഫൈലോജനറ്റിക്കും മാറി മാറി പോരുത്, കൺഫ്യൂസ്ഡ് ആയി പോരുത്. ഫെനറ്റിക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടാക്സോണമിയാണ്. ഇനി ന്യൂമറിക്കൽ ടാക്സോണമി എങ്ങനെയാ? ന്യൂമറിക്കൽ ടാക്സോണമി നമ്മൾ ചെയ്തത് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസസ് വെച്ച് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിന്റെ ടാക്സോണമിനെ വിളിച്ചു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന് വിളിച്ചു. ഇനി നമ്പർ ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഡേറ്റ ആർ ദെൻ പ്രോസസ്ഡ്. ഇൻ ദിസ് വേ ഈച്ച് ക്യാരക്ടർ ഇസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ന്യൂമറിക്കൽ ടാക്സോണമിയിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനാണ് റീപ്രൊഡക്റ്റിനെക്കാട്ടി ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഈച്ച് ക്യാരക്ടർ ഇസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. ആ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡർഡ്. അത് അടുത്ത അഡ്വാൻറ്റേജ് ആണ്. കാരണം കമ്പ്യൂട്ടർ ആണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഡേറ്റ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് പ്രോസസ് ചെയ്താൽ നമുക്ക് ഈച്ച് ക്യാരക്ടർ കോഡാക്കി നമ്മൾ ഓൾറെഡി പ്രോസസ് ചെയ്തതുകൊണ്ട് എന്ത് കിട്ടും? നമുക്ക് സമയവും ലാഭിക്കാം, അതേസമയം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇൻന്യൂമറബിൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനും പറ്റും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കണ്ടു, സൈറ്റോ ടാക്സോണമി. അതെന്താ? പേര് പോലെ തന്നെ ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ലൈക്ക് ഡാഷ് 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 എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം എന്തൊക്കെ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ? ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ, ഇത്രയും കാര്യങ്ങളിൽ സൈറ്റോ ടാക്സോണമി പഠിച്ചു. അതായത് സെൽ സ്ട്രക്ചറിന്റെ ബേസിസിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പുതിയത് കണ്ടത് എന്താ? കീമോ ടാക്സോണമി എന്തിന്റെ ബേസിസിലാ? കീമോ ടാക്സോണമി യൂസസ് ദി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി പ്ലാന്റ് ടു റിസോൾവ് കൺഫ്യൂഷൻസ്. അതാണ് ഡാഷ് ഇസ് യൂസ്ഡ് ബൈ ടാക്സോണമീസ് ദീസ് ഡേയ്സ്. അങ്ങനെ വെച്ച് എന്താ പറയാൻ പറ്റുക? ഏത് ടാക്സോണമിയാ? കീമോ ടാക്സോണമിയാണ് യൂസ്ഡ് ബൈ ടാക്സോണമീസ് ദീസ് ഡേയ്സ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ പ്ലാന്റ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? അതായത് അവരുടെ DNA അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ RNA അല്ലെങ്കിൽ അതർ ആരോമാറ്റിക് കമ്പൗണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിസ്റ്റൽസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വേഗം പറഞ്ഞോളൂ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആർട്ടിഫിഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ കരോളസ് ലിനിയസ്. അതിന്റെ ബേസ്ഡ് ഓൺ വാട്ട്? മോർഫോളജിക്കൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ്. അതിനൊരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? അത് ഗേവ് ഏതിന്? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തു. അപ്പൊ അത് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയി. ഇനി നമ്മൾ അടുത്തത് കൊണ്ടുവന്നു നാച്ചുറൽ സിസ്റ്റം ബൈ ബെന്തം ആൻഡ് ഹുക്കർ, ബേസ്ഡ് ഓൺ നോട്ട് ഓൺലി ദ മോർഫോളജി ബട്ട് ഓൾസോ ദ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഫീച്ചേഴ്സ്. അതിന്റെ പ്രത്യേകത ഇറ്റ് ഗേവ് മോർ വെയിറ്റേജ് ടു റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടു. പിന്നെ കണ്ടത് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് കണ്ടു. പിന്നെ സൈറ്റോ ടാക്സോണമി കണ്ടു. പിന്നെ കീമോ ടാക്സോണമി കണ്ടു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ എന്തിലോട്ട് കിടക്കും? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഗയെ കുറിച്ച്. ആൽഗെ എന്താ? ആൽഗേന്റെ ഇമ്പോർട്ടൻസ്, ആൽഗേന്റെ എക്സാമ്പിൾ. അപ്പൊ ആൽഗെ എന്താ? ആൽഗെ ആർ ഡാഷ് ബെയറിംഗ് നേച്ചർ എന്ന് പറയാൻ പറ്റും. ക്ലോറോഫിൽ ഉള്ള സിമ്പിൾ ടാലോയിഡ് ഓട്ടോട്രോഫിക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ലാർജ്ലി അക്വാട്ടിക് ഓർഗാനിസം ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറീൻ. ഇതാണ് ആൽഗെ. എന്തൊക്കെയുണ്ട്? ക്ലോറോഫിൽ ബെയർ ചെയ്യുന്ന സിമ്പിൾ സ്ട്രക്ചറുള്ള ടാലോയിഡ് ഓട്ടോട്രോഫിക് ലാർജ്ലി അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ഇനി അവര് they occur in a variety of other habitats also. വാട്ടറിൽ മാത്രമല്ല, മോയ്സ്റ്റ് സ്റ്റോൺ, സോയിൽ, വുഡ് എല്ലായിടത്തും കാണും. ആൻഡ് സം ഓഫ് ദം occur in association with fungi. അതിന്റെ ആൽഗെ പ്ലസ് ഫംഗൈ അല്ലെങ്കിൽ ആൽഗേന്റെയും ഫംഗൈന്റെയും അസോസിയേഷൻ എന്ത് വിളിച്ചു? ലൈക്കൻ എന്ന് വിളിച്ചു. ഇനി ആനിമൽസുമായിട്ടും ആൽഗെ അസോസിയേറ്റ് ചെയ്യാം. അത് ഏത് ആനിമൽ ആണ്? ഫോർ എക്സാമ്പിൾ സ്ലോത്ത് ബെയർ. അത്രയും നമ്മൾ നോക്കി. ഇനി the form and size of algae is highly variable, ranging from colonial forms like volvox and filamentous forms like Neurothrix and Spirogyra. Form and size highly variable ആണ്. കൊളോണിയൽ ഫോംസ്, ആൽഗേന്റെ കൊളോണിയൽ ഫോംസ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കോളനീസിൽ താമസിക്കുന്ന ആൽഗെ ഏതാ? വോൾവോക്സ് ആണ് കോളനി. ആൻഡ് filamentous forms, which one of the following is not a filamentous form എന്ന് വെച്ചാൽ നമ്മൾ
എന്തൊക്കെ റൂൾ ഔട്ട് ചെയ്യണം? ഉലോത്രിക്സും സ്പൈറോഗൈറിയും രണ്ടും ഫിലമെന്റസ് ഫോം ആണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് few of the marine forms such as kelps form massive plant bodies. അതും ഇമ്പോർട്ടൻ്റ് ആണ്. kelps form massive plant bodies. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി algae reproduce by vegetative, asexual and sexual methods. അതും ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. ആൽഗേന്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെ? വെജിറ്റേറ്റീവ് ആവാം, asexual ആവാം, സെക്ഷുവൽ ആവാം. ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഡാഷ്. ഡാഷ് എന്താ? ഫ്രാഗ്മെന്റേഷൻ. ഈച്ച് ഫ്രാഗ്മെന്റ് ഡെവലപ്സ് ഇൻ ടു എ താലസ്. ഫ്രാഗ്മെന്റേഷനിൽ ഫ്രാഗ്മെന്റ്സ് ആയി അവർ ഡിവൈഡ് ചെയ്ത് ഈച്ച് ഫ്രാഗ്മെന്റ് താലസ് അല്ലെങ്കിൽ താലോയിഡ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. asexual reproduction, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇനി asexual reproduction എങ്ങനെയാ? asexual reproduction is by the production of different types of spores. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർ കൊണ്ടുള്ള asexual reproduction ആണ്. മോസ്റ്റ് കോമൺ ഏതാ? സൂസ്പോർ. മോസ്റ്റ് കോമൺ asexual reproductive മെത്തേഡ് ഇൻ ആൽഗെ എന്ന് വെച്ചാൽ എന്താ പറയണം? സൂസ്പോർ എന്ന് പറയാൻ പറ്റും. ഇനി സൂസ്പോർ എന്താ? ഫ്ലജല്ലേറ്റഡ് ആണ്. ഫ്ലജല്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫ്ലജല്ല ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അപ്പോ ഫ്ലജല്ലേറ്റഡ് ആണ്. ആൻഡ് on germination give rise to new plants. Sexual reproduction takes place through what? And എല്ലാവർക്കും അറിയാം common sense വെച്ച് fusion of two gametes. These gametes can be flagellated and similar in size. ഫ്ലജല്ലേറ്റഡും സിമിലർ ഇൻ സൈസും ആയിട്ടുള്ള ഗാമെറ്റ്സ് ഉള്ള ഓർഗാനിസം അല്ലെങ്കിൽ ആൽഗെ ഏതാന്ന് വെച്ചാൽ പറയാൻ പറ്റണം? ഉലോത്രിക്സ്. നോൺ ഫ്ലജല്ലേറ്റഡ് ബട്ട് സിമിലർ ഇൻ സൈസ് എന്ന് പറയുന്നത് ഏതാന്ന് വെച്ചാൽ പറയാൻ പറ്റണം? നോൺ ഫ്ലജല്ലേറ്റഡ് ബട്ട് സിമിലർ ഇൻ സൈസ്, സ്പൈറോഗൈറ. സച്ച് റീപ്രൊഡക്ഷൻ ഇസ് കോൾഡ് ഐസോഗാമസ്. ഐസോഗാമസ് റീപ്രൊഡക്ഷൻ എങ്ങനെയാ? ഐസോഗാമസ് റീപ്രൊഡക്ഷൻ ഫ്ലജല്ലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഫ്ലജല്ലേറ്റഡ് പക്ഷെ സിമിലർ ഇൻ സൈസ് ആണെങ്കിൽ, സിമിലർ ഇൻ സൈസ് ഉള്ള ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഐസോഗാമസ് എന്ന് വിളിച്ചു. പക്ഷെ ഫ്യൂഷൻ ഓഫ് ടു ഗാമീറ്റ്സ് ഡിസിമിലർ ഇൻ സൈസ് ആസ് ഇൻ സ്പീഷീസ് ഓഫ് ഉഡോറിന termed as anisogams. Anisogams എന്താന്ന് പഠിച്ചു. അപ്പൊ ഡിസിമിലർ ഇൻ സൈസ് ആയിരിക്കുന്ന ഗാമീറ്റ്സ്. എക്സാമ്പിൾ ഉഡോറിന. ഇത്രയും പഠിച്ചു. ഇനി fusion between one large non-motile static female gamete and smaller motile male gamete. അതിനെന്താ വിളിക്കുന്നത്? മെയിൽ ഗാമറ്റ് മോട്ടൈൽ ഹ്യൂമൻസിൽ കാണുന്നല്ലോ. മെയിൽ സ്പെർം മോട്ടൈൽ ആണ്. അതേപോലെ മെയിൽ ഗാമറ്റ് സ്മോളും ആണ് മോട്ടൈലും ആണ്. പക്ഷെ ഫീമെയില് നോൺ മോട്ടൈൽ ആണ്, ലാർജ് ആണ്, സ്റ്റാറ്റിക് ആണ്. അതിനെന്ത് വിളിച്ചു? ഗാമസ് എന്ന് വിളിച്ചു. ഇനി അത് കാണിക്കുന്ന ആൽഗെ ഏതാന്ന് പഠിച്ചു? വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ് ആണെന്ന് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്തൊക്കെ കണ്ടു? ആൽഗെ എന്താന്ന് പഠിച്ചു, ഓട്ടോട്രോഫിക് ആണെന്ന് പഠിച്ചു, സിമ്പിൾ താലോയിഡ് സ്ട്രക്ചർ ആണ്, ക്ലോറോഫിൽ ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഫോം ആൻഡ് സൈസ് ഹൈലി വേരിയബിൾ ഫിലമെന്റസ് ആൽഗെ ഏതാന്ന് വെച്ചാൽ യുലോത്രിക്സ്, സ്പൈറോഗൈറ എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് കൊളോണിയൽ ആൽഗിന്റെ എക്സാമ്പിൾ വോൾവോക്സ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു. കൊളോണിയൽ ആൽഗിന്റെ എക്സാമ്പിൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ആൻസർ വോൾവോക്സ് ആയിരുന്നു. ആൻഡ് റീപ്രൊഡക്ഷൻ 3 മെത്തേഡ് ഉണ്ട്: വെജിറ്റേറ്റീവ്, asexual, സെക്ഷുവൽ. വെജിറ്റേറ്റീവ് എങ്ങനെയാ? ഫ്രാഗ്മെന്റേഷൻ. ആൻഡ് asexual എങ്ങനെയാ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർ ഫോർമേഷൻ ആണ്. അതിൽ മോസ്റ്റ് കോമൺ ഏത് സ്പോറാ? സൂസ്പോർ. ആൻഡ് ഇനി നമ്മൾ അടുത്ത ഐസോഗാമസ്, അനൈസോഗാമസ്, oogamous, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് NCERT ഒരു പേജിൽ ഫുൾ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ ആൻഡ് അതിന്റെ എക്സാമ്പിൾസ്. ആ ആൽഗെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഈ ബോഡി പാർട്സ്, ഈ ലേബിളിങ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഡോട്ടർ കോളനി, പാരന്റ് കോളനി, അല്ലെങ്കിൽ ഇപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഈ സ്ട്രക്ചർ എന്താ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ നമ്മൾ പറയണം ഫ്രോണ്ട്, സ്റ്റൈപ്പ്, ഹോൾഡ് ഫാസ്റ്റ്. ഈ രണ്ടാമത്തെ സ്ട്രക്ചർ ഇത് എയർ ബ്ലാഡർ ആണ്. ഫ്രോണ്ട്, മിഡ്രിപ്പ്, ഹോൾഡ് ഫാസ്റ്റ്. അങ്ങനെ ഓരോ ഡയഗ്രത്തിലും ഓരോ ലേബിളിങ്സ് അറിഞ്ഞിരിക്കാം. ഇനി എന്താ പഠിക്കുന്നത്? ഇനി ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ. ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ? അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ഡാഷ്. ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ. ആൽഗെ ആണ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നത്. ആൻഡ് by the process of what? Photosynthesis. And being photosynthetic, they increase the level of dissolved oxygen in their immediate environment. അപ്പൊ അവരെന്താ ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന്റെ ഫോട്ടോസിന്തസിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തി ആൻഡ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദർ ഇമ്മീഡിയറ്റ് എൻവയൺമെന്റ്.
ആൻഡ് ദേ ആർ ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ആസ് ഡാഷ്. എങ്ങനെയാ അവരുടെ പാരമൗണ്ട് ഇമ്പോർട്ടൻസ്? ആസ് ദ എല്ലാവർക്കും അറിയാം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് എനർജി റിച്ച് കമ്പൗണ്ട്സിന്റെ. അതാണ് എന്ത്, ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടാണ് അവര് ദേ ഫോം ദ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്പ് ഓഫ് ഫുഡ് സൈക്കിള് കമ്പോസ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഈ ആൽഗെ ആയിട്ടാണ്. ആൻഡ് മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ, ലാമിനേരിയ, സർഗാസം ആർ among the 70 species of marine algae used as food. അപ്പൊ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗെ ഏതാന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റണം. പോർഫൈറ, ലാമിനേരിയ, സർഗാസം. ഇത്രയും കാര്യം പഠിച്ചു. ഇനി certain marine brown and red algae produce large amounts of hydrocolloids അല്ലെങ്കിൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ ആൽഗിയ? certain ഗ്രീൻ ആൽഗി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അത് ക്ലിയർലി ഇവിടെ പറഞ്ഞിട്ട് ഏതൊക്കെ? certain marine ബ്രൗണും റെഡ് ആൽഗയാണ് ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ എന്താ ഈ ഹൈഡ്രോകൊളോയിഡ്സിന്റെ? ആൽജിൻ ഉണ്ടാക്കുന്നത് ബ്രൗൺ ആൽഗെ ആൻഡ് കെരാജിൻ. റെഡ് ആൽഗെ ഉണ്ടാക്കുന്നത് കെരാജിൻ വിച്ച് ആർ യൂസ്ഡ് കമേഴ്ഷ്യലി. അപ്പൊ ബ്രൗൺ ആൽഗെ റെഡ് ആൽഗെ റെസ്പെക്റ്റീവ്ലി എന്തൊക്കെ ഉണ്ടാക്കും? ബ്രൗൺ ആൽഗെ ആൽജിൻ ഉണ്ടാക്കും, റെഡ് ആൽഗെ കെരാജിൻ ഉണ്ടാക്കും, വിച്ച് ആർ ആക്ച്വലി ഹൈഡ്രോകൊളോയിഡ്സ് അല്ലെങ്കിൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ്. ഇനി agar one of the commercial products obtained from Gelidium and Gracilaria are used to grow microbes and in preparations of ice creams and jellies. ഏതിനെയാണ് നമ്മൾ മൈക്രോബ്സിന്റെ ഗ്രോത്തിനും ഐസ്ക്രീമിന്റെയും ജെല്ലി പ്രിപ്പറേഷനും ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാണ്ട് പറയണം. ജെലീഡിയം ആൻഡ് ഗ്രേസിലേരിയ, ഐസ്ക്രീം ആൻഡ് ജെല്ലീസ്. ആൻഡ് നെക്സ്റ്റ് ക്ലോറെല്ല, യൂണിസെല്ലുലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻസ്. യൂണിസെല്ലുലാർ ആൽഗെ എന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റണം ക്ലോറെല്ല ഇസ് യൂണിസെല്ലുലാർ ആൽഗെ ആൻഡ് ഇറ്റ് ഇസ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. അതുകൊണ്ട് എന്താ, സ്പേസ് ട്രാവലേഴ്സ് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് ക്ലോറെല്ല വിച്ച് ഇസ് എ യൂണിസെല്ലുലാർ ആൽഗെ. ഇനി നമുക്ക് ആൽഗയുടെ ഡിവൈഡഡ് ഇൻ ടു വിച്ച് ക്ലാസസ് എന്ന് പഠിക്കും. ഏതൊക്കെ ക്ലാസ്സാ? ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ബ്രീഫ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ക്ലോറോഫൈസി അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ, ഫെയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ, റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗെ. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇത് ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞു, ആൽഗേന്റെ ഒരു കോമൺ സമ്മറി, അതിന്റെ ഡയഗ്രാംസ്, അതിന്റെ ലേബിളിങ്സ് പഠിക്കണം എന്ന് പറഞ്ഞു. എക്സാമ്പിൾ ഗ്രീൻ ആൽഗെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബ്രൗൺ ആൽഗെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലാമിനേരിയ, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട, പോളിസിഫോണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടിക്ക് ചെയ്യും? പോളിസിഫോണിയ ബ്രൗൺ ആൽഗെ അല്ല, അതൊരു റെഡ് ആൽഗെ ആണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? ആ എക്സാമ്പിൾ പഠിക്കണം. ഇനി ഐഡന്റിഫൈ ദിസ് എന്ന് പറഞ്ഞ ഈ ഡയഗ്രാം തന്നു. അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റണം? അത് പോർഫൈറ ആണ് എന്ന് പഠിക്കണം. ഇനി അത് ഏത് ആൽഗേന്റെ ഗ്രൂപ്പിൽ വരുന്ന പറയുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? അത് റെഡ് ആൽഗേന്റെ ഗ്രൂപ്പിൽ വരുന്ന പഠിക്കണം. ഇനി നമ്മൾ ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ 1 by 1 കാണും. അതിന്റെ ഡിഫറൻസസ് പഠിക്കും. ഫസ്റ്റ് എന്താ? The members of Chlorophyceae are commonly called as dash. അവരെന്താ വിളിക്കുന്നത്? ഗ്രീൻ ആൽഗെ. The plant body may be unicellular, colonial, filamentous. യൂണിസെല്ലുലാർ ആവാം, കോളനീസിലായിരിക്കാം, അല്ലെങ്കിൽ ഫിലമെന്റസ് അല്ലെങ്കിൽ ലോങ് സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. ഏതും ആവാം. They are usually grass green due to dominance of pigments. ഏതൊക്കെ? ക്ലോറോഫിൽ A and B. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഗ്രാസ് ഗ്രീൻ അവരുടെ കളറിന്റെ കാരണം എന്താ? ഏത് പിഗ്മെന്റ്സ് ആ? ക്ലോറോഫിൽ A and B. ആൻഡ് ദീസ് പിഗ്മെന്റ്സ് ആർ ലോക്കലൈസ്ഡ് ഇൻ ഏത്? അത് വെറുതെ ഡിഫ്യൂസ്ലി പ്രസന്റ് ആണോ ലോക്കലൈസ്ഡ് ആണോ ക്ലോറോപ്ലാസ്റ്റിൽ? നമുക്ക് പറയാൻ പറ്റും ഇൻ ലോക്കലൈസ്ഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ A and B ആണ് ഗ്രീൻ കളറിന്റെ കാര്യം. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക് റെട്ടിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ് ഇൻ ഡിഫറെന്റ് സ്പീഷീസ്. പല ഫോമിലും ഷേപ്പിലും കാണപ്പെടും ക്ലോറോപ്ലാസ്റ്റ്. ഇനി മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഹാവ് 1 or more സ്റ്റോറേജ് ബോഡീസ് കോൾഡ് പൈറിനോയിഡ്സ്. ഏതാ ഈ പൈറിനോയിഡ്സ് കാണപ്പെടുന്ന എവിടെയാ? വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് പൈറിനോയിഡ്സ്. ഇനി അതെന്താ പൈറിനോയിഡ്സ്? പൈറിനോയിഡ്സ് ആർ സ്റ്റോറേജ് ബോഡീസ്. അതിന്റെ ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ്സ് സ്റ്റാർച്ച്. എങ്ങനെ? പ്രോട്ടീൻ മാത്രമാണോ അല്ലെ സ്റ്റാർച്ച് മാത്രമാണോ അല്ലെ ബോത്ത് ആണോ? contain protein besides starch. അപ്പൊ അത് നോക്കി. ഇനി some algae may store food in the form of dash. എന്താ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും സ്റ്റോറേജ് ഓഫ് ഫുഡ് നടക്കുന്നുണ്ട്. ഇനി ഗ്രീൻ algae usually have a rigid cell wall made of an inner layer of cellulose and an outer layer of pectose. അത് ചോദിക്കാറുണ്ട് എപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട്.
Green algae usually have a rigid cell wall made of inner layer of dash and an outer layer of dash. Inner layer ഏതാ outer layer ഏതാണ് ക്ലിയർലി അറിഞ്ഞിരിക്കണം. ഇന്നർ ഏതാ സെല്ലുലോസ്, ഔട്ടർ പെക്ടോസ്. ഇനി എന്താ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ബൈ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഫ്രാഗ്മെന്റേഷനോ സ്പോർ ഫോർമേഷനോ വഴി നടക്കും. ഇനി ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാ? ഗ്രീൻ ആൽഗയുടെ ഏസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് flagellated zoospores in zoosporangia. Flagellated zoospores produced in zoosporangia. Sexual reproduction shows considerable variation in the type and formation of sex cells, and it may be isogamous or oogamous. നമ്മൾ നേരത്തെ പഠിച്ചു സിമിലർ ഇൻ സൈസ് ഗാമിറ്റ്സ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ്സ് സിമിലർ ഇൻ സൈസ് ആയാലും നമ്മൾ ഐസോഗാമസ് എന്ന് വിളിക്കും. ഡിസിമിലർ ഇൻ സൈസ് ആണെങ്കിൽ അനൈസോഗാമസ് എന്ന് വിളിക്കും. ഇനി ഊഗാമസ് എപ്പോഴാണ് വിളിക്കുന്നത്? ലാർജ് ഫീമെയിൽ ഗാമിറ്റും which is non-motile plus small motile male gametum ഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ oogamous എന്ന് വിളിച്ചു. അതിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, നേരത്തെ കണ്ടു. ഇനി ഗ്രീൻ ആൽഗേന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ? ക്ലമൈഡോമോണസ്, വോൾവോക്സ്, ഉലോത്രിക്സ്, പൈറോഗൈറ, ക്യാര. ഇനി അതിന്റെ ഡയഗ്രാം അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. ഡയഗ്രാം മുമ്പത്തെ പേജിൽ ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. A1 എന്താ? വോൾവോക്സ്, ഉലോത്രിക്സ്. ഫിലമെന്റസ് ആൽഗേന്റെ എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. ഉലോത്രിക്സ് ഇസ് എ ഫിലമെന്റസ് ആൽഗെ. ഇനി വോൾവോക്സ് ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം കൊളോണിയൽ ആണ്. അപ്പൊ ഇതൊരു കൊളോണിയൽ ആൽഗയാണ്. ഇൻ വിച്ച് ഡോട്ടർ കോളനി ഉണ്ട്, പേരന്റ് കോളനി ഉണ്ട്. ക്ലോറോഫൈസിയ എന്തൊക്കെ പഠിച്ചു നമ്മൾ? മെയിൻലി ഗ്രീൻ കളർ ക്ലോറോഫൈസിയ, പേര് പോലെ തന്നെ ഗ്രീൻ ആൽഗൻ പറയാൻ കാരണം പിഗ്മെന്റ് ഡാഷ് ക്ലോറോഫിൽ A and B, വിച്ച് ഇസ് ലോക്കലൈസ്ഡ് ഇൻ ആണോ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ആണോ? വിച്ച് ഇസ് ലോക്കലൈസ്ഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഇനി സ്റ്റോറേജ് ബോഡീസിന്, ഗ്രീൻ ആൽഗിലെ സ്റ്റോറേജ് ബോഡീസിന് എന്ത് വിളിച്ചു? പൈറിനോയിഡ്സ് എന്ന് വിളിച്ചു. ഈ പൈറിനോയിഡ്സ് കാണപ്പെടുന്ന ഏതിലാ? ലൈസോസോമിലാണോ ക്ലോറോപ്ലാസ്റ്റിലാണോ? അങ്ങനെ വേറെ ഓർഗനലി ഒന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. പൈറിനോയിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് പൈറിനോയിഡ്സിന് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവൻസ്? പ്രോട്ടീനും ഉണ്ട്, സ്റ്റാർച്ചും ഉണ്ട്. ആൻഡ് അടുത്തെന്ത് പഠിച്ചു? ഗ്രീൻ ആൽഗേന്റെ സെൽ വാൾ എങ്ങനെയാ? ഇന്നർ ലെയർ ഓഫ് ഡാഷ്, ഔട്ടർ ലെയർ ഓഫ് ഡാഷ്, സെല്ലുലോസ് ആൻഡ് പെക്ടോസ്. അത്രയും പഠിച്ചു. ഇനി അവരുടെ റീപ്രൊഡക്ഷൻ, അതിന്റെ എക്സാമ്പിൾ, ഇത്രയും കാര്യം നമ്മൾ നോക്കി. ഇനി ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ ഒരു പ്രൈമറിലി എങ്ങനെയാ? മെറീൻ ഹാബിറ്റാറ്റ്. ദേ ഷോ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ സൈസ് ആൻഡ് ഫോം. ഇനി സിമ്പിൾ ബ്രാഞ്ച് ഫിലമെന്റസ് ഫോം അല്ലെങ്കിൽ സിമ്പിൾ ബ്രാഞ്ച് ഫിലമെന്റസ് ബ്രൗൺ ആൽഗെ ഏതാ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? എക്ടോകാർപ്പസ് ആണ് സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോം. അവര് ആൻഡ് പ്രൊഫ്യൂസ്ഡ് ബ്രാഞ്ച് ഫോംസ്, പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്, ഇത് സിമ്പിൾ ബ്രാഞ്ച്ഡ് എക്ടോകാർപ്പസും പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് കെൽപ്സും ആണ്, വിച്ച് മേ റീച്ച് എ ഹൈറ്റ് ഓഫ് 100 meters. അപ്പൊ അത് അത്രയും വലുതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു മാസീവ് ഫോംസ് ഓഫ് ആൽഗെ ലൈക്ക് കെൽപ്സ്. നമ്മൾ നേരത്തെ NCERT ഒരു സെന്റൻസ് വായിച്ചിരുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും? എക്ടോകാർപ്പസ് ഒരു സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോം ആണ്. ആൻഡ് കെൽപ്സ് എങ്ങനെയാ? പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ്. ഇനി അവര് ക്ലോറോഫിൽ ഏതാ? നമ്മൾ ആദ്യം പഠിച്ച ക്ലോറോഫിൽ A and B. ഇതിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? ക്ലോറോഫിൽ A and C, കാരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. ഇവർക്ക് 2 എക്സ്ട്രാ സാധനങ്ങളുണ്ട്. പോലെ തന്നെ എയും ബിയും അല്ല, ഇവിടെ എയും സിയും കെറോട്ടിനോയിഡ്സും സാന്തോഫിൽസും ആണ് അവരുടെ പിഗ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് they vary in color from olive green to various shades of brown depending upon the amount of xanthophyll pigment fucoxanthin. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒലിവ് ഗ്രീൻ ടു ബ്രൗൺ കാണാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ വിച്ച് പിഗ്മെന്റ്. xanthophyll pigment എക്സാമ്പിൾ fucoxanthin present in them. ഇനി അവര് ഫുഡ് എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡാഷ് ഓർ ഡാഷ്. അവരുടെ ഫുഡ് സ്റ്റോറേജ് എങ്ങനെ? ലാമിനാറിൻ ഓർ മാനിറ്റോൾ. ഇനി the vegetative cells have a cellulosic wall usually covered on the outside by gelatinous coating of algin. എന്ത് പഠിച്ചു? അവർക്കൊരു സെല്ലുലോസിക് വാൾ ഉണ്ട്, covered by outer gelatinous coating called algin. നമ്മൾ ഗ്രീൻ ആൽഗിൽ എന്താ പഠിച്ചത്? ഔട്ടർ ലെയർ ഓഫ് സെല്ലുലോസ് ആണോ പെക്ടോസ് ആണോ? നമ്മൾ പഠിച്ചു ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസും ഔട്ടർ ലെയർ ഓഫ് പെക്ടോസും. അത് മാറിപ്പോകാൻ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പഠിച്ചത്? റിജിഡ് സെൽ വാൾ എങ്ങനെയാ? സെല്ലുലോസിക് സെൽ വാൾ വിച്ച് ഇസ് യൂഷ്വലി കവേർഡ് ബൈ ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ആൽജിൻ.
ആൽജിൻ എന്ന് പറഞ്ഞ ജെലാറ്റിനസ് കോട്ട് ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഇവർക്ക് എങ്ങനെയാ പ്രോട്ടോപ്ലാസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു പ്ലാസ്റ്റിഡ്സ് സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾ ആൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അവരുടെ പ്രോട്ടോപ്ലാസ്റ്റില് പ്ലാസ്റ്റിന് മാത്രമല്ല സെൻട്രലി സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രലി അല്ലെങ്കിൽ പെരിഫറലി എന്ന് മാറ്റി ചോദിച്ചാൽ തെറ്റിപ്പോയത്. സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾ ആണ് ആൻഡ് ന്യൂക്ലിയസ്. നമുക്കറിയാം പ്ലാന്റ് സെല്ലിൽ മിക്കതും സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾ, ആനിമൽ സെൽസിലാണ് പെരിഫറലി ലൊക്കേറ്റഡ് വാക്യൂൾ ഉള്ളത്. അപ്പൊ എന്തായാലും അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ദ പ്ലാന്റ് ബോഡി എങ്ങനെയാ യൂഷ്വലി അറ്റാച്ച് ടു ദി സബ്സ്ട്രേറ്റും ബൈ എ ഹോൾഡ് ഫാസ്റ്റ്. അത് നമ്മൾ നേരത്തെ ഡയഗ്രാം നോക്കി പറഞ്ഞിരുന്നു. ഹോൾഡ് ഫാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് ഹോൾഡ് ഫാസ്റ്റ്. ഇനി എന്റെ സ്റ്റോക്ക് എന്താ സ്റ്റൈപ്പ്. ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ വിളിക്കുന്നത് ഫ്രോണ്ട്. ലീഫിനെ എന്ത് വിളിച്ചു? ഫ്രോണ്ട്. സ്റ്റോക്കിനെ സ്റ്റൈപ്പ് എന്നും അറ്റാച്ച് ചെയ്യുന്നതിന്റെ ബോഡീനെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് വിളിച്ചു. ഇതിൽ ഏതാ ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ എന്താ പറയും? ഫ്രോണ്ട് ആണ് ഫോട്ടോസിന്തറ്റിക്. അതാണ് ലീഫ് ഫോട്ടോസിന്തറ്റിക് ഫ്രോണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഇനി വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. Asexual reproduction in most brown algae by biflagellate zoospores. മോസ്റ്റ് ബ്രൗൺ ആൽഗെ എങ്ങനെ? ബൈഫ്ലജലേറ്റ്. ബൈ ആണോ ട്രൈ ആണോ ക്വാഡ്രപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്കറിയണം ബ്രൗൺ ആൽഗയിൽ ബൈഫ്ലജലേറ്റ് ആണ്. ആൻഡ് അതെ, അതിന്റെ വേറെ പ്രത്യേകത എന്താ? ഈ സൂസ്പോർസിന്റെ ഒരു പെയർ ഷേപ്ഡ് ആണ്. ആൻഡ് അവർക്ക് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ ഫ്ലജല്ല, ആൻഡ് ലാറ്ററലി ആണോ വേറെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത ഫ്ലജല്ല ആണോ? അപ്പൊ എങ്ങനെ? ഹാവ് ടു അൺഈക്വൽ, ടു ഇമ്പോർട്ടന്റ്, ടു അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. അപ്പൊ നമ്മൾ പഠിച്ചു asexual reproduction by flagellate zoospores. അതിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് പഠിച്ചു, അതിന്റെ ഫ്ലജല്ല എങ്ങനെയാന്ന് പഠിച്ചു. പെയർ ഷേപ്ഡ് ആൻഡ് ടു അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഊഗാമസ്, ഐസോഗാമസ് ഓർ അൺഐസോഗാമസ് ആവാം. ഇനി ഈ യൂണിയൻ ഓഫ് ഗാമറ്റ്സ് വാട്ടറിലാവാം അല്ലെങ്കിൽ വിത്തിൻ ദ ഊഗോണിയം ആവാം. ഊഗാമസ് സ്പീഷീസിൽ ഊഗോണിയത്തിന്റെ പ്ലാന്റ് സ്ട്രക്ചറിന്റെ ഊഗോണിയത്തിന്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഗാമറ്റ്സ് നടക്കുന്നത്. ഈ ഗാമറ്റ്സിന്റെ പ്രത്യേകത എന്താ? ദ ഗാമറ്റ്സ് ആർ പൈറിഫോം അല്ലെങ്കിൽ പെയർ ഷേപ്ഡ് ആൻഡ് ബെയർ ടു ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോമൺ ഫോംസ് എക്സാമ്പിളിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം, ഫ്യൂക്കസ്. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിരുന്നു. എഡിബിൾ ഫോംസ് ഏതാ? എഡിബിൾ ആൽഗിൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിരുന്നു? പോർഫൈറ, ലാമിനേരിയ ആൻഡ് സർഗാസം. മറൈൻ ആൽഗയില് യൂസ്ഡ് എസ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ലാമിനേരിയ, സർഗാസം, പോർഫൈറ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ലാമിനേരിയ ഏതിന്റെ താഴെ വരുന്നതാ? ലാമിനേരിയും സർഗാസും ഒരു ബ്രൗൺ ആൽഗയാണ്. അപ്പൊ അവരെ ഫുഡായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ അതവിടെ എഴുതി വെച്ചു, യൂസ്ഡ് ആസ് ഫുഡ്. ഇനി ഇത്രയും കാര്യങ്ങൾ നോക്കി. ഈ ചാപ്റ്റർ കൂടുതലും ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. കുറെ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന സ്ട്രക്ചറിന്റെ പ്രത്യേകത, അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഗാമിറ്റ്സ് എങ്ങനെയാ, അതിന്റെ ഷേപ്പ് എങ്ങനെയാ, അത് നിങ്ങൾക്ക് സൗകര്യമുള്ള എങ്ങനെയെങ്കിലും ന്യൂമോണിക്സ് ഉണ്ടാക്കി പഠിക്കുക, അല്ലെങ്കിൽ സൗകര്യമുള്ള പോലെ പഠിക്കുക. എന്നിട്ട് കുറെ പ്രാവശ്യം റിവൈസ് ചെയ്താൽ ഈ ചാപ്റ്റർ ആക്ച്വലി തലയിൽ നിൽക്കുള്ളൂ. കാരണം ഇതിലിപ്പോ ഗാമിറ്റ്സ് ആർ പൈറിഫോം, അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പെയർ ഷേപ്ഡ് ആവാൻ റീസൺ ഒന്നുമില്ല. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാനല്ലോ. ഗാമിറ്റ്സ് ആർ പൈറിഫോം ഫാക്ട്സ് ആണ്, ആ ഫാക്ട്സ് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏതൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഇനി അടുത്തത് റോഡോഫൈസിയ അല്ലെങ്കിൽ റെഡ് ആൽഗെ. റോഡോഫൈസിയനെ റെഡ് ആൽഗെ എന്ന് വിളിക്കാൻ കാരണം റെഡ് പിഗ്മെന്റ് ആർ ഫൈക്കോ എറിത്രിൻ ഇൻ ദെയർ ബോഡി. Majority of the red algae are marine with greater concentration found in the warmer areas. They occur in both well-lit regions close to the surface of water and also at great depths. ഈ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഏത് ആൽഗയാണ് ബോത്ത് വെൽ-lit regions close to the surface ആയിട്ടും ഗ്രേറ്റ് ഡെപ്സിലും കാണാൻ പറ്റുക? ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്നതും പെനിട്രേറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഡെപ്ത് ഓഫ് ഓഷ്യൻസിൽ കാണാൻ പറ്റുന്നത് റെഡ് ആൽഗയാണ്. ഇനി അവരുടെ താലയെ എങ്ങനെയാ? പിഗ്മെന്റ് എങ്ങനെയാ? റെഡ് പിഗ്മെന്റ് ആണെന്നറിയാം, ആർ ഫൈക്കോ എറിത്രിൻ. അവരുടെ റെഡ് താലയെ എങ്ങനെയാ? മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ആൻഡ് സം ഓഫ് ദം ഹാവ് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ. ഫുഡ് സ്റ്റോർഡ് as ഡാഷ്. അത് അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ. റെഡ് ആൽഗിന്റെ ഫുഡ് സ്റ്റോർഡ് as ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് വിച്ച് ഇസ് വെരി സിമിലർ ടു ഡാഷ് ഇൻ സ്ട്രക്ചർ. നമുക്കറിയാം വിച്ച് ഇസ് വെരി സിമിലർ ടു ഡാഷ് ഇൻ സ്ട്രക്ചർ. അത് അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് വെരി സിമിലർ ടു മൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. ഇനി റെഡ് ആൽഗി ഇൻ ദ റീപ്രൊഡക്ഷൻ vegetatively by fragmentation, reproduce asexually by non-motile spores and sexually by non-motile gametes.
ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ സൂഗാമസ് ആൻഡ് അക്കമ്പനീഡ് ബൈ കോംപ്ലെക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ്. കോമൺ മെമ്പേഴ്സ്, അത് അടുത്ത പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ്, പോളിസിഫോണിയ, പോർഫൈറ, ഗ്രേസിലേരിയ, ജെലീഡിയം. ഈ ഗ്രേസിലേരിയ, ജെലീഡിയം ഇത് എവിടെയെങ്കിലും കേട്ട ഓർമ്മയുണ്ടോ? ഗ്രേസിലേരിയയും ജെലീഡിയം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്ത്? Agar, one of the most commercial products obtained from Gelidium and Gracilaria, are used to grow microbes and preparations of ice creams and jellies. അപ്പൊ ഞാൻ ചോദിക്കാം, റെഡ് ആൽഗൻ ഉപയോഗിച്ച് അഗർ ഉണ്ടാക്കാം അല്ലെങ്കിൽ വിച്ച് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ് ക്രീംസ് ആൻഡ് ജെല്ലീസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? നമുക്കറിയാം ഗ്രസിലേരിയം ജെലീഡിയം റെഡ് ആൽഗൻ. അപ്പൊ റെഡ് ആൽഗൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല, അത് ശരിയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറിയാൻ പറ്റണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത്രയും കാര്യങ്ങളിൽ കുറെ ഫാക്ട്സ് പറഞ്ഞു, ഇന്യൂമറബിൾ ഫാക്ട്സ് പറഞ്ഞു. അത് നിങ്ങൾ പിന്നെയും തന്നെ വായിക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല പഠിക്കാൻ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ഈസിലി ആയത് എന്താണെന്ന് വെച്ചാൽ ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോമൺ നെയിം എന്താ? ഗ്രീൻ, ബ്രൗൺ, റെഡ് എന്നറിയാം. ഇനി ഒരു മെത്തേഡ് ഓഫ് മെമ്മറൈസേഷൻ എന്താ? ക്ലോറോഫിൽ എ 3 സ്ഥലത്തുണ്ട്, 3 ക്ലോറോഫിൽ എ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സെന്റൻസ് ചെയ്ത ബി, അടുത്ത ആൽഫബറ്റ് ചെയ്ത BCD, അത് ഓർഡറിൽ BCD. ക്ലോറോഫൈസി, ഫിയോഫൈസി, CPR എന്നുള്ള ഓർഡറിൽ BCD എന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് ഈസിലി ഓർത്ത് വെക്കാൻ പറ്റും. ഇനി സ്റ്റാർച്ച് ആയിരുന്നു, പക്ഷെ ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിൽ എങ്ങനെ നമ്മളുണ്ട്? മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാർ എന്നാണ്. അതേസമയം റോഡോഫൈസിയയിൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് കണ്ടു. ഇനി സെൽവോൾ നമുക്കറിയാം, സെൽവോൾ ക്ലോറോഫൈസിയയിലെ സെല്ലുലോസ്, ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഫിയോഫൈസിയലോ സെല്ലുലോസ് ഉണ്ട്, റിജിഡ് സെൽ വാൾ മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് ആൻ ഔട്ടർ ജെലാറ്റിനസ് കോട്ട് മെയ്ഡ് ഓഫ് ആൽജിനും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി റോഡോഫൈസിയന്റെ ടെക്സ്റ്റിനുള്ളിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് കൊണ്ടാണ് റോഡോഫൈസിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫ്ലജല്ല ഈസിലി പഠിക്കാമല്ലോ. ക്ലോറോഫൈസിയൽ 2 to 8 ഉണ്ട്, ഈക്വൽ ആണ്, അപ്പിക്കലാണ്. ഇനി ഫിയോഫൈസിയൽ എങ്ങനെയാ നമ്മൾ പഠിച്ചിരുന്നു? 2 അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജെല്ലയാന്ന് പഠിച്ചിരുന്നു. ആൻഡ് റോഡോഫൈസിയൽ എല്ലാ ഗാമറ്റ്സും നോൺ മോട്ടൈലിനാണ് പഠിച്ചത്. അപ്പൊ എന്താ, അവർക്ക് ഫ്ലജെല്ല ഒന്നും ഇല്ല. അപ്പൊ ഫ്ലജെല്ല ഇല്ലാത്ത ഏത് ആൽഗയാന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പറ്റണം റോഡോഫൈസിയും അതിന്റെ എക്സാമ്പിൾസും. ഹാബിറ്റാറ്റ് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതും ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. ഇനി അടുത്തെന്താ, നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ആൽഗയെ പഠിച്ചു. ആൽഗയില് അതിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സ്. ഏതാ? ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിൽ ആദ്യ സെന്റൻസ് നമുക്ക് നോക്കാം. ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ്? വേരിയസ് മോസസ് ആൻഡ് ലിവർ വേർഡ്സ്. ബ്രയോഫൈറ്റ്സിൽ എന്തൊക്കെ? മോസസ് ആൻഡ് ലിവർ വേർഡ്സ് വിച്ച് ആർ ഫൗണ്ട് കോമൺലി ഗ്രോയിങ് ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് ആൻഡ് ഹിൽസ്. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നേ ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിരുന്നു. ഏത് ഗ്രൂപ്പാണ് കോമൺലി ഗ്രോയിങ് ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് ഇൻ ദ ഹിൽസ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം ബ്രയോഫൈറ്റ്സ് ആണ് ഷെയ്ഡി റീജിയൻസിൽ കാണപ്പെടുന്നതെന്ന് പറയാൻ പറ്റുന്നു. ഇനി അവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിൽ കാണാൻ പറ്റും. അതിന്റെ വേറൊരു പ്രത്യേകത, they need water for reproduction. അതൊരു ഇമ്പോർട്ടന്റ് ഇതാണ്, പോയിന്റ് ആണ്. Bryophytes are also called as what? Bryophytes are called as amphibians of the plant kingdom. എന്തുകൊണ്ടാ? അവർ ജീവിക്കുന്നത് സോയിലാണെങ്കിലും അവർ വാട്ടർ ഡിപ്പെൻഡന്റ് ആണ് ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് അതിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചു. അത് മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. അത് അധികം തെറ്റിക്കാനും സാധ്യതയില്ല, കാരണം ഈസിലി മെമ്മറൈസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത്രയും ട്വിസ്റ്റഡ് ഒന്നല്ല, ഡയറക്റ്റ് ആൻസർ ആണ്. ആൻഡ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ദേ യൂഷ്വലി occur in ഏത് ടൈപ്പ് ഓഫ് ലൊക്കാലിറ്റീസ്? damp, humid and shaded localities. They play an important role in plant succession on bare rocks or soil. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും, ഒരു തരിശ് ഭൂമി അല്ലാണ്ട് ബാരൻ ലാൻഡ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ഓർഗാനിസമോ ഒരു ലൈഫ് ഫോംസോ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഇനി പ്ലാന്റ് സക്സഷൻ തുടങ്ങിക്കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ വെച്ചായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എന്ത് പറയാൻ പറ്റണം? അത് ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പൊ അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്ലാന്റ് സക്സഷൻ ഓൺ ബെയർ റോക്സ് ഓർ സോയിൽ.
ഇനി ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഇസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. ആൽഗെ നമ്മൾ ബ്രയോഫൈറ്റിലേക്ക് വന്നപ്പോൾ ബോഡിയിൽ എങ്ങനെയാ കൂടുതൽ ഡിഫറൻസിയേഷൻ കണ്ടു, അതായത് കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് വരുന്നോറും. ആൻഡ് ഇറ്റ് ഇസ് thallus-like, prostate or erect and attached to the substratum by unicellular or multicellular rhizoids. ഇത് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ ഫിയോഫൈസിയ ആർ അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റം ബൈ ഡാഷ് എന്ന്. എന്തായാലും നമ്മൾ അപ്പൊ പഠിച്ചത് ആ സെന്റൻസ് ഞാൻ കൂടെ എടുക്കാം. ഇങ്ങനത്തെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ഇത് വായിച്ചു ഞാൻ തിരിച്ചു പോയി മറ്റേത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി രണ്ടും കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. ദ പ്ലാന്റ് ബോഡി, ഈ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ദ പ്ലാന്റ് ബോഡി ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ടു സബ്സ്ട്രേറ്റം ബൈ ഡാഷ് ഇൻ ബ്രൗൺ ആൽഗെ. അവിടെ ഹോൾഡ് ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മളിപ്പോ എന്താ പഠിച്ചത്, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ അത് അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാറിപ്പോരുത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ, അവർക്ക് എന്താ ഇല്ലാത്തതെന്ന്. ദേ ലാക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം ഓർ ലീവ്സ്. അവർക്ക് ട്രൂ ആയിട്ടുള്ള റൂട്ടും സ്റ്റെം ഒന്നും ലീവ്സ് ഇല്ല. ദേ മേ പോസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി റൂട്ടോ സ്റ്റെമ്മോ ട്രൂ ആയിട്ട് ഇല്ല. അതും ഒരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. ആൻഡ് the main plant body of the bryophyte is dash. The main plant body in the haploid. And haploid എന്ന് വെച്ചാൽ n ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് അറിയാലോ. ഡിപ്ലോയിഡ് ആണെങ്കിൽ 2n ആയിരിക്കും, ഹാപ്ലോയിഡ് ആണെങ്കിൽ n. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ എന്ന് വെച്ചാൽ പറയണം. മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമെറ്റ്സ്, hence is called gametophyte. മെയിൻ പ്ലാന്റ് ബോഡിന്ന് എന്താ ഉണ്ടാവുന്നത്, മെയിൻ പ്ലാന്റ് ബോഡിയാണ് ഗാമിറ്റ്സ് ഉണ്ടാക്കുക. അതുകൊണ്ട് അതിന് എന്ത് വിളിച്ചു, ഗാമിറ്റോഫൈറ്റ്. അപ്പൊ ഇതിന്റെ ഗാമിറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ നോക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും, ഗാമിറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ ഗാമിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ആ ഗാമിറ്റ്സും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ് ആർ ഡാഷ്. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ. ദ മെയിൽ സെക്സ് ഓർഗൻ, ബ്രയോഫൈറ്റിലെ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡി എന്ന് വിളിച്ചു, വിച്ച് പ്രൊഡ്യൂസ് ബൈഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ്. ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗനെ എന്ത് വിളിച്ചു, ആർക്കിഗോണിയം, വിച്ച് ഇസ് ഫ്ലാസ്ക് ഷേപ്ഡ്. ഈ ഫ്ലാസ്ക് ഷേപ്ഡ് എന്ന് പറഞ്ഞ പോയിന്റ് എപ്പോഴും മാറ്റി ചോദിക്കുന്നതാണ്. ആർക്കിഗോണിയാണോ ആന്ത്രീഡി ആണോ ഫ്ലാസ്ക് ഷേപ്ഡ്, ഏതാണ് എഗ് പ്രൊഡ്യൂസിങ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റണം ആർക്കിഗോണിയാണ് ഫീമെയിൽ, അതാണ് ഫ്ലാസ്ക് ഷേപ്ഡ്, ആൻഡ് അതാണ് സിംഗിൾ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആന്ത്രോസോയിഡ്സ് ആർ റിലീസ്ഡ്. ആന്ത്രീഡിയത്തിൽ നിന്ന് ഉണ്ടാവുന്ന ബൈഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ്, ഈ ആന്ത്രോസോയിഡ്സ് എങ്ങോട്ടാണ് റിലീസ് ആവുന്നത്, ഇൻ ടു വാട്ടർ, വേർ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ആർക്കിഗോണിയം. അപ്പൊ ആർക്കിഗോണിയം എവിടെ, വാട്ടറിലാണ് ഓൾറെഡി. വാട്ടറില് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ദേ ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. കാരണം അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടറിന്റെ ആവശ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞു, കാരണം ഈ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നത് വാട്ടറിലേക്കാണ്. അവിടെ നിന്നാണ് അവർ കോണ്ടാക്ട് വന്ന് ആർക്കിഗോണിയം എന്ന് പറഞ്ഞ ഫ്ലാസ്ക് ഷേപ്ഡ് which produces a single egg, ആ സ്ട്രക്ചർ ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്തുണ്ടാവും, ആന്ത്രോസോയിഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു പ്രൊഡ്യൂസ് സൈഗോട്ട്. ആന്ത്രോസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടായി. ഇനി ഈ സൈഗോട്ട് എങ്ങനെയാ, സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷൻ ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോ ചെയ്യില്ല. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇങ്ങനെ ഉണ്ടാവുന്ന സൈഗോട്ട്, വെള്ളത്തിൽ ഉണ്ടാവുന്ന സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി റിഡക്ഷൻ പോവില്ല. അതിന് പകരം അവരൊരു മൾട്ടി സെല്ലുലാർ ബോഡി ഉണ്ടാക്കും. അതിനെ വിളിക്കുന്നതാണ് സ്പോറോഫൈറ്റ്. And this sporophyte is not free living. ഈ ചാപ്റ്റർ പ്രത്യേകത, each sentence is important. Each sentence can be framed into a possible question. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. കാരണം ബ്രയോഫൈറ്റിനാണ് ഇങ്ങനെ ഉണ്ടാവാൻ പ്രത്യേകത. നമുക്ക് ഒരു ഫാക്ട് അല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയൊന്നുമില്ല വേറെ. ആകെ നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ റിവൈസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, സ്പോറോഫൈറ്റ് ഫ്രീ ലിവിംഗ് അല്ല, അറ്റാച്ച് ടു ദ ഫോട്ടോസിന്തറ്റിക് ഗാമറ്റോഫൈറ്റ് and derives nourishment from it. അതായത് നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടുപിടിച്ച ഗാമറ്റോഫൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാന്റ് ബോഡി വിച്ച് പ്രൊഡ്യൂസസ് ഗാമെറ്റ്സ് വിച്ച് ഇസ് ഹാപ്ലോയിഡ്. ആ ഗാമറ്റോഫൈറ്റിന് അറ്റാച്ച് ചെയ്തൊരു സ്പോറോഫൈറ്റ്, ഒരു മൾട്ടി സെല്ലുലാർ ബോഡി ആയ സ്പോറോഫൈറ്റ് ഉണ്ടാക്കും. അവർ ഫ്രീ ലിവിംഗ് അല്ല, അറ്റാച്ച്ഡ് ആണ്. ആൻഡ് അതിൽ നിന്ന് ഒരു പാരസിറ്റിക് നറിഷ്മെന്റ് പോലെ ഡിറൈവ്സ് നറിഷ്മെന്റ് ഫ്രം ഇറ്റ്. ആൻഡ് സം സെൽസ്, ഈ സ്പോറോഫൈറ്റിലെ ചില സെൽസ് റിഡക്ഷൻ ഡിവിഷൻ പോകും, അതായത് മിയോസിസ് നടക്കും. എന്നിട്ട് അവർ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. ദീസ് സ്പോർസ് ജെർമിനേറ്റ് അഗൈൻ ടു ഫോം
എന്താ അടുത്ത ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഹോൾ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ് നമുക്ക് പഠിക്കണം. നമ്മൾ ഈ ടേൺ ബൈ ടേൺ ചോദിച്ചാൽ ആദ്യം എന്തുണ്ടായി, പിന്നെ അതിൽ നിന്ന് ഏതുണ്ടായി, ഏത് പ്രോസസ്സിനാണ് വാട്ടർ ആവശ്യം, ആൻഡ് ഇമ്മീഡിയറ്റ്ലി സൈഗോട്ട് മിയോസിസ് നടത്തില്ല, എങ്ങനെയാ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് സ്പോറോഫൈറ്റ് എങ്ങനെയാ ഉണ്ടാവുന്നത്, മൾട്ടി സെല്ലുലാർ ആണോ യൂണിസെല്ലുലാർ ആണോ, അതും അറിഞ്ഞിരിക്കണം. ആൻഡ് bryophytes in general are of little economic importance but some mosses provide food for herbaceous mammals. Economic importance ഒന്നും വലിയ കാര്യത്തിനില്ല, പക്ഷെ ആകെ ചില മോസസ് which acts as food to the herbaceous mammals, birds and other animals. Species of sphagnum ഒരു മോസിന്റെ എക്സാമ്പിൾ ആണ് sphagnum. അതെന്ത് ചെയ്യും, provide peat that have been used as fuel and as packing material for transshipment of living material because of their capacity to hold water holding capacity ഉള്ളതുകൊണ്ട് തന്നെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും, ഫ്യൂവൽ ആയിട്ടും യൂസ് ചെയ്യും. ഏത് സ്വാഗ്നം മോസ് ആണ് ലിവർ വേർഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, സ്വാഗ്നം ബീങ് എ മോസ് ഇതിനെ ഹെൽപ്പ് ചെയ്യും, അതറിഞ്ഞിരിക്കണം. ആൻഡ് മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് റോക്സ് ആൻഡ് ഹെൻസ് ആർ ഓഫ് ഗ്രേറ്റ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് വലിയ കാര്യത്തിലില്ല, പക്ഷെ മോസസിന് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ, തരിശുഭൂമിയിൽ ആദ്യം റോക്സിനെ കോളനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലൈക്കൻസിന്റെ കൂടെ മോസസും കൂടി ഹെൽപ്പ് ചെയ്യും എന്ന് ഇവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് they decompose rocks making the substrate suitable for the growth of higher plants. അങ്ങനെ ഈ റോക്സിന്റെ മേലെ അള്ളിപ്പിടിച്ച് നിൽക്കും ഈ മോസസും ലൈക്കൻസും കൂടി. എന്നിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡീകമ്പോസ് ചെയ്യും ഈ റോക്സിനെ. അങ്ങനെ ആ ഡീകമ്പോസ് ചെയ്ത സാധനം which serves as raw materials for the growth of higher plants. അങ്ങനെ എവല്യൂഷൻ നടന്ന് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് since mosses form dense mats on the soil, they reduce the impact of falling rain and prevent soil erosion. അതും ഒരു കാരണമാണ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസിന്റെ. they prevent soil erosion. കാരണം എന്താ, അവര് ഡെൻസ് മാറ്റ് പോലെ സോയിലിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ സോയിൽ വാഷ് ഔട്ടിന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവർ പ്രിവെന്റ് ചെയ്യും സോയിൽ ഇറോഷൻ. ഇനി ബ്രയോഫൈറ്റ്സിന്റെ രണ്ട് ഡിവിഷൻസ്, ലിവർവേർഡ്സ് ആൻഡ് മോസസ്. ഞാൻ റിവൈസ് ചെയ്യാൻ ചോദിക്കാണ്. ബ്രയോഫൈറ്റ്സ് ഏത് ഗ്രൂപ്പിനാണ് ആംഫിബിയൻസ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുക, ബ്രയോഫൈറ്റ്സിന്. അതെന്തുകൊണ്ടാ, ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അവര് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് പ്ലാന്റ് സക്സഷന് ഓൺ ബെയർ റോക്സ്. ആൻഡ് അവരുടെ അറ്റാച്ച്മെന്റ് ടു ദ സബ്സ്ട്രേറ്റം ഏത് മീൻസിലേക്ക് കൂടിയാ, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്. ആൻഡ് അവർക്ക് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലാണ്ട് ട്രൂ റൂട്ട്സും സ്റ്റെംസും ലീവ്സ് ഒന്നും ഇല്ല. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഡിപ്ലോയിഡ്. ആ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. ആൻഡ് അതാണ് മെയിൻ പ്ലാന്റ് ബോഡി വിച്ച് ഇസ് പ്രൊഡ്യൂസിങ് ദ ഗാമിറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിച്ചത്. അതുകൊണ്ട് ഗാമിറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കുമല്ലോ, കാരണം ഗാമിറ്റ്സിന്റെ ഫ്യൂഷനിലേക്ക് കൂടിയാണ് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പോ ഗാമിറ്റ്സ് ഉണ്ടാക്കുന്ന ഗാമിറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ആൻഡ് സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ് എങ്ങനെയാ, യൂണിസെല്ലുലാർ ആണോ, അല്ല മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് മെയിൽ ഓർഗൻ കണ്ടു, ഫീമെയിൽ ഓർഗൻ കണ്ടു. ഫ്ലാസ്ക് ഷേപ്ഡ് ഏതാ, മെയിൽ ആണോ ഫീമെയിൽ ആണോ? നമുക്കറിയാം ആർക്കിഗോണിയാണ് ഫ്ലാസ്ക് ഷേപ്ഡ്. ആൻഡ് അവരുടെ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. ആൻഡ് സൈഗോട്ട്സ് ഫെർട്ടിലൈസേഷൻ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്യില്ല എന്ന് പഠിച്ചു. ആൻഡ് അവരെന്ത് ചെയ്യും, ഒരു മൾട്ടി സെല്ലുലാർ ബോഡി സ്പോറോഫൈറ്റ് ഉണ്ടാക്കും, സം സെൽസ് ഓഫ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. അങ്ങനെ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. ഇത്രയും കാര്യം നോക്കി. ഇനി നമ്മൾ അതിന്റെ ഡിവിഷൻ പഠിക്കാൻ ലിവർവേർഡ്സും മോസസും. ലിവർവേർഡ്സ് ഗ്രോ യൂഷ്വലി ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്ററ്റ്. നമ്മൾ ബ്രയോഫൈറ്റ്സ് പഠിച്ചു പറഞ്ഞു, അവർ കൂടുതലും ഷെയ്ഡി റീജിയൻസിലാണ് ജീവിക്കുക. അത് ആ സെന്റൻസ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തു. ആൻഡ് പ്ലാന്റ് ബോഡീനെ എന്താ വിളിക്കുക, പ്ലാന്റ് ബോഡി ഓഫ് ലിവർവേർഡ് ഇസ് കോൾഡ് താലോയിഡ്. അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മാർക്കാൻഷ്യ. താലസ് ഇസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദി സബ്സ്ട്രേറ്റ്. താലസ് എങ്ങനെ, ഡോർസി വെൻട്രൽ ആണ്, ക്ലോസ്ലി അപ്രസ്ഡ്, അതായത് ഭയങ്കര അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റ്. അതായത് വലിയ എന്നുവെച്ചാൽ പതിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് കിടക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതിന് ഡോർസി വെൻട്രൽ ആണ്. ഡോർസി വെൻട്രൽ താലസിനെ വിളിച്ചു. And leafy members have tiny leaf-like appendages in 2 rows on the stem-like structures.
ഇവർക്ക് എങ്ങനെ ലീഫി മെമ്പേഴ്സിന് ഉള്ളതും ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ആണ്. എത്ര റോസിൽ? 2 റോസിൽ. അത് എവിടെയാ കാണുന്നത്? സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ. നമ്മളേത് പക്ഷെ ട്രൂ സ്റ്റെമ്മും ലീഫ് ഒന്നും ഇല്ല, പക്ഷെ സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇനി എന്താ? asexual reproduction takes place by fragmentation of thalli or the formation of specialized structures called gemme. ഈ ജെമ്മെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജെമ്മെ എങ്ങനെയാ? ലിവർ വേർഡ്സില് ഫ്രാഗ്മെന്റേഷൻ നടന്ന് അല്ലെങ്കിൽ ജെമ്മെ ഫോർമേഷൻ നടന്നിട്ടാണ് ലിവർ വേർഡ്സിൽ asexual reproduction നടക്കുന്നത്. ഇനി വാട്ട് ആർ ജെമ്മെ? ജെമ്മെ എന്ന് വെച്ചാൽ ഗ്രീൻ മൾട്ടി സെല്ലുലാർ asexual buds which develop in small receptacles called dash gemma cups located on thalli. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ fill in the blanks ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി the gemmae become detached from the parent body and germinate to form new individuals. During sexual reproduction, male and female sex organs are produced either on the same or on different thalli. The sporophyte is differentiated into dash dash dash. ഇത് സ്ഥിരം അടുത്ത important sentence ആണ്. Sporophyte is differentiated. Sporophyte in liverworts is differentiated into foot, seta and capsule. After meiosis, spores are produced within the capsule. Meiosis കഴിഞ്ഞ് spores എവിടെയാ ഉണ്ടാവുന്നത്? Within the capsule. And ഈ spores germinate ചെയ്തിട്ടാണ് ഫ്രീ ലിവിങ് ഗാമിറ്റോഫൈറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കാൻ ഇവരുടെ ഗാമിറ്റോഫൈറ്റ്സ് ഫ്രീ ലിവിങ് ആണോ, ഡിപ്പെൻഡന്റ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ എന്ന് വെച്ച് നമ്മൾ പറയാൻ പറ്റും. ഇതിന്റെ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഗാമറ്റോഫൈറ്റ്സ് ഫ്രീ ലിവിങ് ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി ലിവർ വേർഡ്സിന്റെ കുറച്ച് സെന്റൻസസ് പഠിച്ചു. അതും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച് റിവൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി അടുത്തത് മോസസ് എങ്ങനെയാ? ദ പ്രിഡോമിനന്റ് സ്റ്റേജ് ഓഫ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ മോസ് ഇസ് ദ ഗാമറ്റോഫൈറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേജസ്. മോസിന്റെ ലൈഫ് സൈക്കിളിലെ പ്രിഡോമിനന്റ് സ്റ്റേജ് എന്താ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ഗാമറ്റോഫൈറ്റ് ആണ്. ഗാമറ്റോഫൈറ്റിന് എത്ര സ്റ്റേജസ് ഉണ്ട്? 2 സ്റ്റേജസ് ഉണ്ട്. ഈ പ്രോട്ടോനീമയും ലീഫി സ്റ്റേജും കാണുന്ന ബ്രയോഫൈറ്റ് ഏതാ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? മോസ് ആണ്, ലിവർ ബേർഡ്സ് അല്ല. മോസസിൽ മാത്രമാണ് പ്രോട്ടോനീമൽ സ്റ്റേജും ലീഫി സ്റ്റേജും കാണുന്നത്. പ്രോട്ടോനീമൽ സ്റ്റേജ് എങ്ങനെയാ? വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം സ്പോർ. ഇറ്റ് ഇസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ചഡ് ഫ്രീക്വന്റ്ലി filamentous stage. Second stage is the leafy stage which develops from secondary protonema as a lateral bud. Leafy stage, which is the second stage, അത് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സെക്കൻഡറി പ്രോട്ടോണിയം എന്നൊരു ലാറ്ററൽ ബഡ് പോലെയാണ് ലീഫി സ്റ്റേജ് ഉണ്ടാവുന്നത്. ഇനി വാട്ട് ഡസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്? അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ബെയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. ലീഫി സ്റ്റേജിൽ എങ്ങനെ? ഒരു അപ്രൈറ്റ് സ്ലെൻഡർ ആയിട്ടുള്ള ആക്സിസ് ഉണ്ടാവും which bears spirally arranged leaves. അതായത് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ പോലെ കാണാൻ പറ്റും. ആൻഡ് അവരെങ്ങനെയാ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സോയിലേക്ക്? മൾട്ടി സെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ്. This stage bears sex organs. Sex organ bearing stage ഏതാ? leafy stage. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി vegetative reproduction in mosses is by fragmentation and budding in the secondary protonema. അതും ഇമ്പോർട്ടൻ്റ് ആണ്. And in sexual reproduction, sex organs antheridia and archegonia are produced at the apex of the leafy shoots. Sexual reproduction സമയത്ത് സെക്സ് ഓർഗൻസ് ആയ ആന്ത്രിഡിയ, ആർക്കിഗോണിയ എവിടെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്? ലീഫി ഷൂട്ടിന്റെ അപ്പെക്സിലാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് എന്താവും? സൈഗോട്ട് ഡെവലപ്സ് ഇൻടു എ സ്പോറോഫൈറ്റ് which consists of what? Again, food, seta, capsule. സ്പോറോഫൈറ്റിൽ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്? ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇനി അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ സ്പോറോഫൈറ്റ് ഇൻ മോസസ് ഇസ് മോർ എലാബറേറ്റ് ദാൻ ഇൻ ലിവർ വേർഡ്സ്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കളർ മാറ്റി മാർക്ക് ചെയ്തത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സെൻസ് ഒന്ന് പിക്ക് ചെയ്യാൻ ഞാൻ ഇത് പിക്ക് ചെയ്യും. കാരണം അത് എപ്പോഴും കണ്ടിന്യൂസ്ലി ചോദിക്കുന്നതാണ്. സ്പോറോഫൈറ്റ്സിന്റെ മോസ് ഇസ് മോർ ഇലാബറേറ്റ്. ഏതാണ് ഇലാബറേറ്റ് സ്പോറോഫൈറ്റ്? മോസസിലാണോ ലിവർ വേർഡ്സിലാണോ? അപ്പൊ നമ്മൾ പറയാൻ പറ്റും മോസസിലാണ് ഇലാബറേറ്റ്. ഇനി capsule contains spores. The capsule contains spores. Spores are formed after meiosis. നമുക്കറിയാം സ്പോർസ് എങ്ങനെ ഉണ്ടാവുന്നത്? മിയോസിസ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. മോസസ് ഹാവ് an elaborate mechanism of spore dispersal. Common examples: Funaria, Polytrichum, Sphagnum. സ്വാഗ്നത്തിന്റെ വേറെ പേരാണ് പീറ്റ് മോസ്. അപ്പൊ സ്വാഗ്നത്തിന്റെ വേറെ പേരെന്താ? പീറ്റ് മോസ്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇത് കൂടുതൽ ഒരു ഫാക്ച്വൽ ചാപ്റ്റർ ആയതുകൊണ്ട് എനിക്ക്
കോൺസെപ്ച്വലി പറയാൻ വലിയ കാര്യങ്ങളില്ല, പക്ഷെ ഇനി വരുമ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ കോൺസെപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ പാർട്ട് 2 കവർ ചെയ്യും. അപ്പൊ നമ്മൾ പാർട്ട് 1 ബ്രയോഫൈറ്റ്സ്, അതായത് ലിവർ വേർഡ്സും മോസസും വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ടെറിഡോഫൈറ്റ്സ് ഉണ്ട്, ജിംനോസ്പേംസ് ഉണ്ട്, ആൻഡ് ആൻജിയോസ്പേംസ് ഉണ്ട്. ഇത്രയും പിന്നെ NCERT സൊല്യൂഷനും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും നാളെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൂടുതൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. അപ്പോൾ അതിന്റെ ഒരു ഓറിയന്റേഷനിൽ തന്നെ NCERT ലൈൻ ബൈ ലൈൻ വായിച്ച് പോകണം. ആൻഡ് ഒരു കാര്യം എന്താ പറയാനെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിൽ എത്രത്തോളം ന്യൂമോണിക്സ് ഉണ്ടാക്കുന്നോ അത്രത്തോളം നല്ലതാണ്. കാരണം കൂടുതലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൽ കൂടുതലും ചോദിക്കുക. കാരണം എക്സാമ്പിൾസും എക്സസൈസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ. അപ്പൊ ഞാൻ കുറച്ച് ന്യൂമോണിക്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നാളെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യും ആഫ്റ്റർ ദി ചാപ്റ്റർ ഗെറ്റ്സ് ഓവർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ടേബിളോ എന്താന്ന് വെച്ചാൽ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പോൾ ഹാപ്പി സ്റ്റഡിങ്. താങ്ക് യു.